അമ്മേ 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 വെള്ളെടുത്തേ. ഇതാ കൊടുക്ക്. കുടിക്കേ. കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ അമ്മ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. BP നല്ലതുപോലെ ഷൂട്ടപ്പ് ചെയ്താണ്. BP മാത്രമല്ല, ജീവൻ വരെ പോകുന്ന രീതിയിലല്ലേ സന്ദീപേട്ട പെരുമാറിയത്. നമ്മളെല്ലാം തുലയ്ക്കാനാ സന്ദീപേട്ടന്റെ ഉദ്ദേശം. കൂടെ താമസിക്കാൻ ചെല്ലാൻ വിളിച്ചിട്ട് ഞാനും മോളും ചെന്നില്ലല്ലോ. അതാ ഇപ്പൊ കൂടുതൽ വിരോധം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കേസ് നമ്മൾ പിൻവലിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലേ. അവര് പറഞ്ഞു വിട്ടതായിരിക്കും എന്റെ ചേച്ചി. ഇവിടെ ആരും സന്തോഷമായിട്ട് ഒരു ദിവസം പോലും കഴിയുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ കേസ് തോൽക്കുമെന്ന് അവർക്ക് ഉറപ്പായി കാണും. ചതിച്ച് നേടിയതെല്ലാം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാവുമ്പോ ആരായാലും ഭ്രാന്ത് പിടിച്ചു പോവും. ഇനി ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. വാ അമ്മ, അമ്മ ഒന്ന് വേഗം റെഡിയാവ്. വേണ്ട മോനെ, എനിക്കൊരിടത്തേക്കും പോണ്ട. അമ്മേ, എന്റെ പ്രതീക്ഷയെല്ലാം പോയി. എന്റെ മോളുടെ വിധി. എന്റെ ദൈവമേ, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? അമ്മ വിഷമിക്കണ്ട, ഇതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരും. അവന്തിയുടെ പിന്നാലെ വാനാട്ടി നടക്കുന്നവരുടെ മുമ്പിലൊന്നും നമ്മൾ തോൽക്കാൻ പോകുന്നില്ലമ്മേ. ഈ കേസ് നമ്മൾ ജയിക്കും. അമ്മ നോക്കിക്കോ. അന്ന് അമ്മയോടോ ആതിരയോടോ എല്ലാം ക്ഷമ ചോദിച്ച് അവൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് എന്തിനാ? കഷ്ടകാല സമയത്ത് കൂടെ നിൽക്കാത്തത് ഭർത്താവാണെങ്കിലും തള്ളിക്കളയുന്നത് തന്നെയാ നല്ലത്. എന്റെ കൂടെ നിന്നവരെയും കഷ്ടപ്പെട്ടവരെയും മാത്രം ചേർത്ത് പിടിച്ചാ മതി. മകളുടെ ഭർത്താവാണെങ്കിലും ഞാൻ അവൻ എന്റെ സ്വന്തം മോനായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അമ്മേ, പക്ഷേ അവൻ അമ്മേ, മോളെ, നീ അവനെ മറന്നേക്ക്. അവനെ ഇനി നിനക്ക് വേണ്ട. ലോകത്ത് ഇന്ന് വരെ ഒരമ്മ സ്വന്തം മോളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അമ്മ വിഷമിക്കണ്ട. ആ തീരുമാനം ഞാൻ എപ്പോഴേ എടുത്തു കഴിഞ്ഞതാ. ഡിവോഴ്സ് നോട്ടീസ് അയച്ചപ്പോഴും അത് ഒപ്പിട്ട് തിരിച്ചു മേടിക്കുമ്പോഴും എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തെങ്കിലും സന്ദീപ് തിരിച്ചു വരുമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ പ്രതീക്ഷയില്ലമ്മേ. ഒരു വയറ്റിൽ പറഞ്ഞ ഞങ്ങൾ 4 മക്കളില് സന്ദീപേട്ട മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇന്നത്തെ വാശിക്ക് എന്തായാലും അവൻ കോടതിയില് അവന്തിയേക്ക് അനുകൂലമായിട്ട് മൊഴിമാറ്റി പറയും തന്നെയാ ഞാൻ വിചാരിക്കുന്നത്. ഒരു തവണയല്ല, 2ാമത്തെ തവണയാ അവൻ ഇവിടെ വന്ന് അവന്തിയേക്ക് വേണ്ടി ബഹളം വെക്കുന്നത്. അവൻ ചതിയന. അവനെ പുലർത്തല് ഇനി നമുക്ക് ഈ കുടുംബത്തിന് വേണ്ട. തീർക്കേണ്ടത് അവരെയാ, അവന്തിക്ക്. ആരും ആരെയും തീർക്കാനൊന്നും നിൽക്കണ്ട. സന്ദീപ് മൊഴിമാറ്റി പറഞ്ഞ് നമ്മുടെ ഈ കേസ് തോറ്റ എന്റെ മോളുടെ അച്ഛന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. ഇത് സത്യം. എന്റെ മോളെ
നിങ്ങൾ എല്ലാരും കൂടെ നോക്കിക്കോ. ആ റിപ്പോർട്ട് എനിക്ക് അനുകൂലമാക്കാൻ സമൃദ്ധ വിചാരിച്ച പറ്റും. അതെങ്ങനെ? സ്നേഹനിധിയായ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വാക്ക് തള്ളിക്കളയില്ലല്ലോ. എനിക്ക് വേണ്ടി നീ ഗോകുലിനോടൊന്ന് സംസാരിക്കണം. ഗൂഗിളിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു അവന്തികെ. നീ കുഴിച്ച കുഴിയില് നീ തന്നെ വീഴാൻ പോവുക. സമൃദ്ധ എന്താന്നും മിണ്ടാത്തെ? താൻ നിർബന്ധിച്ച ഗോകുല് കേൾക്കും, എനിക്കത് ഉറപ്പാ. ഗൂഗിള് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാം. ഈ കേസിലെന്നല്ല, മറ്റാരുടെ മുമ്പിലും അവന്തിക തോക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത ആളല്ലേ. അപ്പോ അവന്തിക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതല്ലേ ഫ്രണ്ട്ഷിപ്പ്. അവന്തികയുടെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ഗൂഗിളിനോട് ഇത് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക്സ് സമൃദ്ധ. താൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം മതി എനിക്ക്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആ